പ്രധാനമന്ത്രി ഇതാ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. को स्वीकार करते हुए 360 डिग्री एक तरीके से, क्योंकि सभी और सब लोग मौजूद हैं और ये जय घोष सुनाई पड़ रहा है प्रधानमंत्री की मौजूदगी में। और निश्चित तौर से ये वो जगह है जहां से बहुत ज़्यादा प्यार 2014-2019 में लोकतांत्रिक व्यवस्था के तहत कहा जाए तो एक सांसद के तौर पर प्रधानमंत्री मोदी को समर्थन के तौर पर मिला है और उसके प्रति आभार व्यक्त करना और एक बार फिर से उस समर्थन और उस प्यार को हासिल करने के लिए प्रधानमंत्री पहुंचे हैं। पीछे विशालकाय महामना जी की प्रतिमा, आगे प्रधानमंत्री का अभिवादन सभी को स्वीकार करते हुए और प्रधानमंत्री यहां से अब रोड शो की शुरुआत करेंगे। बड़ी संख्या में लोगों की मौजूदगी और हर कोई फोन के साथ एक तस्वीर लेने के लिए उत्सुक नजर आ रहा है। अशोक जी, बिल्कुल, प्रधानमंत्री की एक झलक जो है पाने के लिए लोग बेताब हैं। वहाँ पे देखिए सबके हाथों में പ്രധാനമന്ത്രി വാരണാസിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ആവശ്യത്തോടെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്ക് ആശംസകൾ അറിയിക്കുകയാണ്. ഗൗതം ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഗൗതം, പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെ? വിഷ്ണു, ഇപ്പോൾ മദൻ മോഹൻ മാളവ്യയുടെ സ്തൂപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു. അതിനുശേഷമാണ് ഈ റോഡ് ഷോ തുടങ്ങാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ റോഡ് ഷോ തുടങ്ങുന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്ക് മുന്നിൽ തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. BJP പ്രവർത്തകർ മാത്രമല്ല, വാരണാസിയിലെ സാധാരണക്കാരായിട്ടുള്ള പതിനായിരങ്ങളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും റോഡ് ഷോ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. റോഡ് ഷോ തുടങ്ങിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ വാഹനത്തിലേക്ക് കയറും. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഈ റോഡ് ഷോയ്ക്ക് മുന്നോടിയായി സാമൂഹിക പരിഷ്കർത്താവായ മദൻ മോഹൻ മാളവ്യയുടെ സ്തൂപത്തിലെ പുഷ്പാർച്ചന നടക്കുന്നു. അതിനുശേഷമാണ് റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോ എന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. ഇന്നലെ തന്നെ നമ്മൾ വാരണാസിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. വാരണാസിയിലെ മുസ്ലിം ജനവിഭാഗത്തിൽ തന്നെ വലിയ പിന്തുണ പ്രധാനമന്ത്രിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നൽകുന്നു. പരമ്പരാഗതമായി കോൺഗ്രസിനെയോ സമാജ്വാദി പാർട്ടിയെയോ പിന്തുണയ്ക്കുന്നവരാണ് ഉത്തർപ്രദേശിലെ മുസ്ലിം സമൂഹം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കൂടുതലായി BJPയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ റോഡ് ഷോയായി പ്രധാനമന്ത്രി നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. പ്രധാനമന്ത്രിക്കൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അലങ്കരിച്ച വാഹനത്തിൽ, തുറന്ന വാഹനത്തിലുണ്ട്. 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഭാരതത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള, ലോകം ഉറ്റുനോക്കുന്ന 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ആ തുറന്ന വാഹനത്തിൽ അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ജനലക്ഷങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാന സേവകൻ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭാരതത്തിലെ ഏറ്റവും വിശാലമായ സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയും ഗോരഖ്പൂർ മഠത്തിന്റെ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥും മറുഭാഗത്ത്, അങ്ങനെ 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരൊറ്റ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന അസുലഭമായ നിമിഷം കാശിയുടെ മണ്ണിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നു. വൻ സുരക്ഷാ സന്നാഹത്തിന് നടുവിലൂടെ കൂടിയാണ് ആ രഥം അങ്ങനെ നീങ്ങുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തെ വിളിച്ചോതുന്ന, ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ സംസ്കാരം വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഒരുക്കിയിരിക്കുന്നു. അതിന്റെ നടുവിലൂടെയാണ് ആ തുറന്ന വാഹനത്തിൽ ഭാരതത്തിന്റെ പ്രധാന സേവകൻ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുന്നേറുന്നത്. നാളെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ നെഞ്ചിലേറ്റിയ ഈ മണ്ണിനെ വണങ്ങിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 2014-ലും 2019-ലും മൃഗീയ ഭൂരിപക്ഷം നൽകി നരേന്ദ്രമോദിയെ വിജയിപ്പിച്ച ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ തട്ടകമായ വാരണാസിയിൽ ഇപ്പോൾ വീണ്ടും അദ്ദേഹം എത്തിയിരിക്കുന്നു. ആ രഥം നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. റോഡിന്റെ ഇരുവശങ്ങളിൽ BJPയുടെ പതാകയും ഹൈന്ദവ ധർമ്മത്തിന്റെ പ്രതിനിധീകരിക്കുന്ന കാവി പതാകയും വീശി ജനലക്ഷങ്ങൾ 2 നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെ ആ വാഹനം നീങ്ങുന്നു. ഇനിയും 5 കിലോമീറ്ററാണ് ഈ റോഡ് ഷോ കടന്നു പോകേണ്ടത്. 5 കിലോമീറ്റർ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേക പൂജയും മറ്റും നടത്തുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയായി ഈ തവണ ഭൂരിപക്ഷം നൽകുമെന്നാണ് വാരണാസിയിൽ
BJP നേതൃത്വവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് 2014-ലും 2019-ലും അദ്ദേഹത്തിന് വൻ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4,79,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത്. ഈ തവണ ആ ഭൂരിപക്ഷം വീണ്ടും കൂടും എന്നാണ് കാശിയിലെ BJP നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ നമുക്ക് നൽകിയ റിപ്പോർട്ട്. ഏതായാലും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് കാലം കടന്നു പോവുകയാണ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ചൂടിലൂടെ രാഷ്ട്രം കടന്നു പോകുമ്പോൾ വളരെ നിർണായകമായ വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ പ്രധാനമന്ത്രി നടത്തുന്നു. അതിന് മുന്നോടിയായാണ് ഈ പടുകൂറ്റൻ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിഷ്ണു.